ഡോക്ടർ ഫിക്സഡ് പിഡിഫിൻ 2K എന്ന് പറയുന്നത് ഒരു അക്രിലിക് സിമെൻറ്റീഷ്യസ് 2 കമ്പോണൻറ്റ് വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ് ആണ്. ഡോക്ടർ ഫിക്സഡ് പിഡിഫിൻ 2K എന്ന് പറയുന്നത് ഒരു മോഡിഫൈഡ് പോളിമർ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ് ആണ്. ഇത് നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ മെയിനായിട്ട് കോൺക്രീറ്റ് ചെയ്ത് കിടക്കുന്ന കണ്ടീഷനുകളിലാണ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ബാത്റൂംസ്, ബാൽക്കണി, ഓപ്പൺ ടെറസ്, വാട്ടർ ടാങ്ക്, സ്വിമ്മിംഗ് പൂള് പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ പിഡിഫിൻ 2K എന്ന് പറയുന്ന പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് ഇതൊരു ഫ്ലെക്സിബിൾ കോട്ടിംഗ് ആണ്. വെള്ളം റെസിസ്റ്റൻറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഈ പ്രോഡക്റ്റിന് വരുന്നുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതൊരു 2 ഘടകങ്ങളായിട്ട് വരുന്ന പ്രോഡക്റ്റാണ്. ഒരു ഭാഗം ലിക്വിഡും ഒരു ഭാഗം പൗഡറുമാണ്. ഒരു ലിക്വിഡിന് 2 പൗഡറാണ് പിഡിഫിൻ 2K എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ മിക്സിംഗ് റേഷ്യോ വരുന്നത്. നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്ത പ്രതലങ്ങൾ നല്ലതുപോലെ കഴുകി ചെറിയ നനവുള്ള കണ്ടീഷൻ SSD കണ്ടീഷനിൽ വേണം ആദ്യത്തെ കോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ആദ്യത്തെ കോട്ട് അടിക്കുമ്പോൾ മാത്രമേ ചെറിയ നനവുണ്ടായിരുന്നാൽ മതി. പ്രോഡക്റ്റ് ബ്രഷിനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു കോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് എതിർ ദിശയിലോട്ടാണ് രണ്ടാമത്തെ കോട്ടായിട്ടുള്ള പിഡിഫിൻ 2K അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. നമ്മളിതൊരു അണ്ടർ കോട്ടിംഗ് പ്രോഡക്റ്റ് ആയത് കാരണം ഇത് ഒരുപാട് ദിവസം ഓപ്പൺ സ്പേസിൽ ഇട്ടിരിക്കാൻ പറ്റില്ല. മാക്സിമം 10 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ പുറത്ത് ഒരു ടെയിലോ പ്ലാസ്റ്ററിങ്ങോ ഇട്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന പ്ലാസ്റ്ററിങ് അല്ലെങ്കിൽ ടെയിലിങ്ങിന് ഈ കോട്ടിങ്ങിലൊരു പിടുത്തം കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 രീതിയാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ പിഡിഫിൻ 2K അടിച്ച് രണ്ടാമത്തെ കോട്ട് അടിച്ച് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് പരുക്കനായിട്ടുള്ള പാറപ്പൊടി അല്ലെങ്കിൽ എംസാൻഡ് ഇതിൻ്റെ പുറത്ത് വിതറി കൊടുക്കുക. എന്നിട്ട് ഈ കോട്ടിങ് ഉണങ്ങാനായിട്ട് മിനിമം 3 ദിവസമാണ് സമയം. 3 ദിവസം കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പുറത്ത് പ്ലാസ്റ്ററിങ്ങോ ടെയിലിങ്ങോ ചെയ്യാം. മാക്സിമം 10 ദിവസത്തിനുള്ളിൽ ചെയ്യാം. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഈ മണ്ണ് വിതറുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ കോട്ടിങ് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഈ കോട്ടിങ് മിനിമം 7 ദിവസമെങ്കിലും ഉണങ്ങിയതിൻ്റെ ശേഷം അതിൻ്റെ പുറത്ത് സ്പാറ്റഡ് ഡാഷ് കോട്ട് എന്ന് പറഞ്ഞൊരു പ്രൊട്ടക്റ്റീവ് കോട്ട് കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1 കിലോ സിമെൻറ്റിൽ 1 കിലോ ലാറ്റക്സ് എന്ന് പറയുമ്പോൾ ഡോക്ടർ ഫിക്സഡ് URP ആവാം അല്ലെങ്കിൽ ഡോക്ടർ ഫിക്സഡ് ഓൾസീലാവാം. ഇത് പരസ്പരം മിക്സ് ചെയ്യുക. അതിൻ്റെ 2 അല്ലെങ്കിൽ 3 ഇരട്ടിയോ സാൻഡ് അല്ലെങ്കിൽ പരുക്കനായിട്ടുള്ള മണൽ മിക്സ് ചെയ്തിട്ട് ബ്രഷിന് ഒരു അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോട്ടിങ്ങിനും വേറെ ഡാമേജസ് ഒന്നും ഉണ്ടാവില്ല. അതിന് പുറമേ ആയിട്ട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന പ്ലാസ്റ്ററിങ്ങിനും ടെയിലിങ്ങിനും നല്ലൊരു ബോണ്ടിങ്ങും ഇതുവഴി ഉണ്ടാവും. പിഡിഫിൻ 2Kയുടെ കവറേജ് എന്ന് പറയുന്നത് 2 കോട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള പിഡിഫിൻ 2Kയുടെ കവറേജ് എന്ന് പറയുന്നത് 1 കിലോയ്ക്ക് 7 മുതൽ 8 സ്ക്വയർ ഫീറ്റ് ആണ് പ്രോഡക്റ്റിൻ്റെ കവറേജ്. ഇതൊരു 1 mm തിക്നെസ്സിൽ വരുന്ന 100% എലോങ്ങേഷൻ ഉള്ള ഒരു സിമെൻറ്റീഷ്യസ് കോട്ടിംഗ് ആണ്. പിഡിഫിൻ 2K 3 കിലോ, 15 കിലോ, 30 കിലോ, 90 കിലോ പാക്കിങ്ങിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പ്രോഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ്, അതായത് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 12 മാസമാണ് ഇതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പ്രോഡക്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 40 മിനിറ്റിൻ്റെ ഉള്ളിൽ അടിക്കാനായിട്ട് നോക്കുക. പ്രോഡക്റ്റിൽ അധികമായിട്ട് വെള്ളം ചേർക്കാൻ പാടില്ല. ഇതിലടങ്ങിയിട്ടുള്ള ലിക്വിഡും പൗഡറും മാത്രമേ മിക്സ് ചെയ്യാവൂ. ആദ്യത്തെ കോട്ട് അടിക്കുന്നതിന് മുമ്പായിട്ട് നനച്ചിട്ട് വേണം ചെയ്യാനായിട്ട്.